أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. آمين آمين. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഭക്ഷണ മര്യാദകൾ. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്ന മര്യാദ. അങ്ങനെ തുടങ്ങിയുള്ള മാനേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭക്ഷണ മര്യാദകൾ എന്ന കഴിഞ്ഞ ക്ലാസ്സിൽ അബ്ദുൽ അഹദ് ഉണ്ടായിരുന്നോ? ഉം? അബ്ദുൽ അഹദ്, നീ ഉണ്ടായിരുന്നോ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹാഷിർ ഉണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ആ നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? ആ എന്താ മനസ്സിലായത്? ഫുഡ് നമ്മളിപ്പോ ഉമ്മാര് നമുക്ക് വിളിച്ചും ഫുഡ് കഴിക്കാനേ. ആ അപ്പൊ നമ്മ ഫുഡ് കഴിക്കാൻ പോകൂല. അപ്പം കറക്റ്റാണ്. അതൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മടി കാണിച്ചിട്ട്, അപ്പോൾ അത്രയും ടൈം എടുത്ത് കുക്ക് ചെയ്ത് 1 hour 2 hour ഒക്കെ എടുത്ത് കുക്ക് ചെയ്ത് ഹാഷിറേ വാ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ക്വിക്കായിട്ട് പോയിട്ട് ഫുഡ് കഴിക്കണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് എന്താ മനസ്സിലായത്? പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ കാണിക്കുക. ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ. ഭക്ഷണത്തിന് മാനേഴ്സ് പാലിക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഭക്ഷണം മുന്നിൽ വന്നു കഴിഞ്ഞാൽ വാരി വലിച്ചു തിന്നരുത്, പതുക്കെ ഈ വൃത്തിയിലൂടെ വാരി വലിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? ആ. വായിൽ നിറച്ചിട്ട് പൊങ്ങനാക്കിയിട്ട് തിന്നരുത്. അതിന് വൃത്തിയേടായിട്ട് ആ ഇപ്പൊ ഒരാളെ മുന്നിൽ നിന്നൊക്കെ അങ്ങനെ എഴുതുമ്പോ ഒരു ഡിസ്റെസ്പെക്ട് അല്ലേ. ഓക്കെ, അതെന്തൊക്കെയാണെന്നൊന്നും പറഞ്ഞേ. നിനക്കറിയുന്നൊക്കെ നീ പറ. വാരി നമ്മൾ കഴിക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ വായ നിറച്ച് തിന്ന. വയനാട്ടിലെ ചുരത്തിലൊക്കെ ഇറക്കും മങ്കീസിനെ കാണാം അല്ലേ? കുരങ്ങന്മാർ വായിൽ നിറച്ച് ഈ കൊട്ടിലേക്ക് 2 ചെവിയിലും നിറച്ച് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഒരു ഇങ്ങനെ ഇങ്ങനെ തിന്നതാണ്. അപ്പോൾ അതുപോലെ വായ നിറച്ച് തിന്നാതെ കുറച്ച്, ഇപ്പോൾ പത്തിരിയാണ് ഒരു ചെറിയ പീസ് എടുത്തിട്ട് അത് തിന്നുക, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് തിന്നുക. അതാണ് ഒന്ന്. ഓക്കെ, പിന്നെന്താണ്? കൊറേ ഭക്ഷണം തിന്നരുത്. നമുക്ക് തിന്നാൻ പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ അത് അതിക്കെടുത്ത് ഇടാതെ തിരിച്ചു വെക്കുക. ക്വാണ്ടിറ്റി അല്ലേ? ഇപ്പൊ ഇഷാനാണെന്ന് വിചാരിച്ചോ. ഇഷാന് ചിക്കൻ ബിരിയാണി നല്ല ഇഷ്ടമാന്ന് വിചാരിച്ചില്ലേ? ഇഷ്ടല്ല, അല്ല, വിചാരിക്ക്, നമ്മൾക്ക് കാര്യം പറയാനല്ലേ. മന്തി മതി. എന്നാ മന്തി ഇഷ്ടമാന്ന് വിചാരിച്ചോ. അപ്പോൾ നീ ഒരു വീട്ടിൽ ചെന്നപ്പോൾ നിനക്ക് ഇഷ്ടം പോലെ നല്ല മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ നിനക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് എടുക്കാൻ പറഞ്ഞത്, നിങ്ങൾ ഇഷാൻ എടുത്തോ എന്ന് പറഞ്ഞു. ഇഷാൻ എന്ത് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ 1 2 കോരിയിടുകയാണ്. 3 4 5 ഇങ്ങനെ ഇട്ട് തന്നെയാണ്. ഒരു മല പോലെയായി. എന്നിട്ട് ആദ്യം ഇഷാൻ നല്ല വിശപ്പുണ്ട്, മന്തി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡുമാണ്, നല്ല ചിക്കൻ പീസും ഉണ്ട്. അപ്പോൾ കഴിച്ചു തുടങ്ങി. ഒരു ഹാഫ് ടൈം ആയപ്പോൾ അല്ലേ, ഹാഫ് ടൈം ആയപ്പോൾ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് വണ്ടി വലിയുന്നില്ല അല്ലേ. പിന്നെ ആയക്കൂടെ ഒരു വയറ് നിറഞ്ഞ്, കാരണം മുമ്പിൽ പ്ലേറ്റിൽ ഇത്രയും എടുത്തും പോയി, ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ അത് ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും കുറച്ചെടുക്കുക. നമുക്ക് തന്നെ എടുക്കാമല്ലോ, മുമ്പിലുണ്ട്, കുറച്ചെടുക്കുക എന്നുള്ള പോളിസിയാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, പിന്നെന്താ എനിക്ക് പറയാനുള്ളത്? പ്രാർത്ഥിച്ച് തിന്നുക. അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് എന്താണ് പ്രാർത്ഥന? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടക്കത്തിൽ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്ന് പറയാം. പിന്നെന്താണ്?
വലത് കൈ കൊണ്ട് ഭക്ഷിക്കുക. ആ ഇടത്തെ കൈ കൊണ്ട് തിന്നാതിരിക്കുക, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വെള്ളം കുടിക്കുക. മിക്ക ആളുകളും ചെയ്യുന്നത് കാണാം, ഇടത്തെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് കുടിക്കുന്നത്. അതൊരു ഇസ് നോട്ട് ഗുഡ്. അത് ഹറാമൊന്നുമല്ല. ഹറാമായി അള്ളാഹ് നാളെ പരലോകത്ത് പിടിച്ച് ശിക്ഷിക്കൊന്നുമില്ല ഇടത്തെ കൊണ്ട് പിടിച്ച്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഗുഡ്. അള്ളാഹിൻ്റെ റസൂൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളതാണ് കീപ്പ് ചെയ്യേണ്ടത് എപ്പോഴും, ഓൾവേസ്. പിന്നെ അതെ, നമ്മളിപ്പോ ഒരു വീട്ടിക്ക് പോകുമ്പോ ഓല് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ എന്തെങ്കിലുമൊക്കെ ഒരു പാടുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് കഴിക്കാതിരിക്കരുത്, കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ ഇന്നലത്തെ അനുഭവം പറഞ്ഞുതരാം. ഇന്നലെ എൻ്റെ വീട്ടിൽ ഒരാളും 3 കുട്ടികളും വന്നു. ഓക്കെ, ആള് വരുന്നതിൻ്റെ മുമ്പ് എന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വരും, 3 കുട്ടികളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവര് നമ്മുടെ വീട്ടിൽ വന്നു. അപ്പോഴത്തേക്ക് തലേന്ന് നമ്മൾ വർക്ക് തുടങ്ങി. ബീഫ് വായി കൊണ്ടുവന്നു, ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് തോന്നി ബിരിയാണി മാത്രം പോരാ, അവർക്കൊരു ജ്യൂസ് കൊടുക്കണം. അങ്ങനെ അവക്കാഡോ ഇല്ലേ, നമ്മളെ അറിയില്ലേ, അവക്കാഡോ ജ്യൂസ് അറിയില്ലേ, അതിൻ്റെ പഴം കൊണ്ടുവന്നിട്ട് ബട്ടറിൻ്റെ ആ കായ കൊണ്ടുവന്ന് തൊലിച്ച് ഞാൻ തന്നെ ജ്യൂസ് അടിക്കുന്നത്, ഒരു പാലൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ച് കൊണ്ടുകൊടുത്ത്. ഈ കുട്ടികൾ എൻ്റെ അമ്മോ, ബിരിയാണി കഴിക്കാൻ വിളിച്ചിട്ടും വരുന്നില്ല, ജ്യൂസ് കുടിക്കണമില്ല. ദേഷ്യം തോന്നും നമുക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം തോന്നുക ചെയ്ത്. എന്തൊരു കന്ന്, ഇതൊക്കെ വേസ്റ്റാക്കുക. എന്നിട്ടാവട്ടെ ഒരു കുഞ്ഞ്, എനിക്കറിയാം ചെറിയ കുട്ടിയാണ്, കുറച്ചേ കുടിക്കുള്ളൂ, കുഞ്ഞു ഗ്ലാസ്സിൽ ഇത്തിരി ആക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് അതന്നെ ഒരു ഇത്തിരി കുടിച്ചിട്ട് അവിടെ ബാക്കി വെച്ചിട്ട് മതി എന്ന് പറഞ്ഞ് എണീറ്റ് പോയി. എന്ത് കൾച്ചറാണ്? നിങ്ങളിങ്ങനെ ചെയ്യലുണ്ടോ? വേറൊരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ നിന്ന് നിങ്ങളെ ട്രീറ്റ് ചെയ്യുമ്പോൾ, ഹലോ ഇവിടെ ശ്രദ്ധിക്കുക, അഷ്ഫാൻ, ഹലോ, പിന്നെന്താ ചെയ്യുന്നത്? ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഒരു വീട്ടിൽ പോയ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് അവിടെ പോയിട്ട് നാണം കുണുങ്ങിയായിട്ട് ഇങ്ങനെ നിൽക്കല്ല. അവിടെ ചെന്നാല് തിന്നാൻ പറഞ്ഞ അറ്റാക്ക് ചെയ്തോളണം. അത് അവർക്ക് ഇഷ്ടമാണ്. അറ്റാക്ക് കാരണം എങ്ങനെ അറ്റാക്ക് ചെയ്യാ? നെഗറ്റീവ് അറ്റാക്ക് അല്ല കേട്ടോ, ഓവർ ആവരുത്. അവിടെ ഫുൾ ഫിനിഷ് ആക്കരുത്. ഓക്കെ, അത് വേറെ വിഷയം. അപ്പോൾ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് അവര് നമ്മളെ ക്ഷണിച്ചിട്ടാണ്. ഇതറിയ എയ്സ എന്ന് പറഞ്ഞാല്, എയ്സ് എന്തിനാ റേസ് ചെയ്യുന്ന? എയ്സ് എന്തിനാ റേസ് ചെയ്യുന്നത്? ഇസാന്റെ കാണാത്തോണ്ട്. പക്ഷെ നീ എന്താ വീഡിയോ ഓണാക്കാത്ത? വീഡിയോ ഓണാക്കാ പിന്നെ എന്തിനാ റേസ് ചെയ്യുന്നത്? അത് ശരി, ഓക്കെ. അപ്പോ ഏത് ടോപ്പിക് വിട്ടുപോയി. കുറെ കുട്ടികൾ ഇവിടെ വീഡിയോ ഓഫ് ആക്കിയിട്ട് വെറുതെ ഇരിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നത് തെറ്റാട്ടോ. വീഡിയോ ഓഫ് ആക്കുന്നവരൊക്കെ ഓൺ ആക്ക്. അത് നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമാണ്. ഓക്കെ, പോയിന്റ് ഒക്കെ വിട്ടുപോയി. എൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി. നിങ്ങൾ പറ. പിന്നെന്താ മാനർ, ഫുഡ് മാനർ. ജവഹറിനെ അറിയാം? ഇപ്പൊ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടേനു. ഡൗട്ട് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണോ? ആ എന്നാ പറ. നമ്മള് റൈറ്റ് ഹാൻഡിനുണ്ടല്ലോ തിന്നേണ്ടത്. ആ ചില ആൾക്കാര് റൈറ്റ് ഹാൻഡ് കൊണ്ട് തിന്നുമ്പോ മറ്റേ റൈറ്റിലല്ലോ മറ്റേ കച്ചറായിട്ട് ചില ആൾക്കാര് ലെഫ്റ്റ് ഉപയോഗിച്ച് കുടിക്കുന്നതാണ്. അങ്ങനെ ചെയ്യലുണ്ട്. ഓക്കെ, 2-3 സ്വഭാവത്തിൽ ഈ വെള്ളം കുടിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട്. ഒന്ന്, പക്ക ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നവരുണ്ട്. അവർ പറയുന്നത് ഞങ്ങളിപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വേണ്ടി കുടിക്കുള്ളൂ, അതിൻ്റെ പേരിൽ എന്നെ പഠിച്ചോ നരകത്ത് ഇടണേ, ഞാൻ നരകത്ത് പോകുന്നൊക്കെ പറയുന്നത് വെച്ചാൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആളുകൾ ഗ്ലാസ് എടുത്തിട്ട് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട്, ഒരു ചെറിയ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുടിക്കും. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് പക്ക നിങ്ങളിപ്പോൾ ചോറും കറിയൊക്കെ ഈ വെസ്റ്റേൺ ഫുഡ് കൾച്ചർ ആണെങ്കിൽ കുഴപ്പമില്ല, സ്പൂൺ ഉപയോഗിച്ചിട്ട് ചോറുന്നാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ഇവിടെയൊക്കെ ഫുള്ള്, ഇവരൊക്കെ ചിലർ ഈ കൈ ഇവിടെയൊക്കെ ശരിക്കും ഈ കറിയൊന്നും ആക്കാറില്ല. മലയാളീസിന്റെ ഒരു കൾച്ചർ ഇല്ല. ചില ആളുകളുണ്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ അളമ്പിയാക്കിയിട്ട് ഇവിടെ മൊത്തം ചോറും കറിയും, എന്നിട്ട് അതോടെ തന്നെ ക്ലാസ് അങ്ങ് പിടിക്കും. അപ്പൊ പിന്നെ ആ ക്ലാസ് മേൽ നിറയെ കറി ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിക്കുക? പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാല്, വെള്ളം കുടിക്കേണ്ട ഏറ്റവും ബെറ്റർ ടൈം ഒന്നെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് കുടിക്കുക, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുടിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, പക്ഷെ ഇടയ്ക്ക് നിങ്ങൾക്ക് കുടിക്കേണ്ടി വന്നാൽ ചിലർക്ക് ഇവിടെ ചെങ്കിലൊക്കെ കൊടുക്കും, അപ്പം വെള്ളം കുടിക്കേണ്ടി വരും. അങ്ങനെ ആ സമയത്ത് റൈറ്റ് ഹാൻഡ് കൊണ്ട് നിങ്ങൾ അതേ ചോറുന്ന അതേ കൈ കൊണ്ട് ഗ്ലാസ് പിടിച്ച് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായി ആ ഗ്ലാസ് നിങ്ങൾ തന്നെ കഴുകണം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താ ഫുഡ് കൾച്ചർ ആർക്കാ അറിയാം? എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മാനർ. സേർ. വയറ് നിറച്ച് തിന്നരുത്. വയറ് നിറച്ച് തിന്നരുത് പറഞ്ഞാല് പിന്നെ ബലൂണ് പോലെ വയറിങ്ങനെ വീർത്തിട്ട്, അതായത് നമ്മൾ ഫുൾ ലോഡ് എടുക്കരുത്.
ഫുൾ ലോഡ് നിങ്ങൾ കഴിച്ചോളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഡേ ഒരു 50 ആപ്പിൾ തിന്നണമെന്ന് വിചാരിച്ചോ. ഓക്കെ, 50 ആപ്പിൾ തിന്നണമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആപ്പിൾ തീറ്റക്കാരനാണ്, ആപ്പിൾ തീറ്റ പ്രിയനാന്ന് വിചാരിച്ചു. 50 ആപ്പിൾ നിങ്ങൾ കഴിക്കണം എന്ന് വിചാരിച്ചു. നിങ്ങൾ ഒറ്റയടിക്കിരുന്ന് 50 ആപ്പിൾ തിന്നരുതെന്നേ പറഞ്ഞുള്ളൂ. രാവിലെ മോർണിംഗിൽ എണീറ്റിട്ട് ഒരു 2 ആപ്പിൾ കഴിക്കുക, പിന്നെ ഒരു 1 അവർ കഴിഞ്ഞിട്ട് അടുത്ത 2 ആപ്പിൾ, അങ്ങനെ 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 കുറച്ച് കുറച്ച് കുറച്ചായിട്ട് തിന്നുക. അതാണ് നമ്മുടെ ബോഡിക്കും നല്ലത്, പിന്നെ എല്ലാവർക്കും നല്ലത് അത് തന്നെയാണ്. റൈറ്റ്. ആ, സൽമാന് എന്താണ്? നമ്മള് ഫുഡ് കഴിച്ചിരിക്കുന്നത് ചാടാൻ പാടില്ല. ചാടുക എന്ന് പറഞ്ഞാൽ ജമ്പിങ് അല്ല ഉദ്ദേശിച്ചത്. ഫുഡ് കഴിച്ച പ്ലേറ്റിന്റെ ചുറ്റുവട്ടത്തും ഒരരിമണി പോലും തെറിച്ചു പോകാൻ പാടില്ല. ബിരിയാണി ആവട്ടെ, റൈസ് ആവട്ടെ, എന്ത് ഫുഡ് അങ്ങനെ കഴിക്കുന്നവരൊന്ന് കൈ കാണിച്ചേ. മാഷാ അല്ലാ, ഗുഡ്. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. ഒരു അരിമണി ഇപ്പൊ അഥവാ ഒരു അരിമണി പുറത്തു പോയാൽ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് എന്താണ്? ആർക്കെങ്കിലും അറിയോ? നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരിമണി ഔട്ടായി, ചാടിപ്പോവാന്നൊക്കെ പറയില്ല, പുറത്തു പോയി, എന്ത് ചെയ്യണം? എടുത്തിട്ട് കഴിക്കാൻ ഊതിയിട്ട്. അത് വൃത്തിയാക്കിയിട്ട് കേട്ടോ, ക്ലീൻ ആക്കിയിട്ട് കഴിക്കാം. നിലത്തൊക്കെ വീണാലും പോട്ടെ, പക്ഷെ ടേബിളിലൊക്കെ ആണെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് കഴിക്കുന്നതിൽ പ്രത്യേക ബർക്കത്തുള്ള കാര്യമാണ്. പിന്നെന്താ? വീണ്ടും ഇഷാൻ. അല്ല, പറയാനല്ല, ആ എനിക്കൊരു സജഷൻ ഉണ്ട്. ഉം. സാറിന് ഈ ക്ലാസ്, ഈ നസീഹത്ത് ക്ലാസ്സിന് തീരുന്നതിന് എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് എന്നൂടെ? ഓക്കെ, ഞാൻ എനിക്കൊരു ഹോംവർക്ക് തരട്ടെ? ആ, ചെയ്യാത്തവർക്ക് ചെറിയൊരു പണിഷ്മെന്റ് എന്ന് വെച്ചാൽ ഒരു 5 പേജ് ഫുള്ള് അൽഹംദുലില്ലാന്ന് എഴുതുക, അങ്ങനെയൊക്കെ. ഉം. അല്ലെ തന്നെ സ്കൂള് പൂട്ടി വെക്കേഷനിൽ ഒന്ന് ഒന്ന് ഹാപ്പി ആയിട്ട് കളിക്കാൻ നിൽക്കുമ്പോഴാണ് വർക്കിലോട് തരുന്നത് അല്ലേ? ഓക്കെ. ഓക്കെ, ഹോംവർക്ക്. പിന്നെ ഹോംവർക്ക് ഓൾറെഡി തന്ന വർക്കുകൾ തന്നെ ഉണ്ട്. നിസ്കാരം, 5 വക്ത് നിസ്കാരം ഉണ്ട്, നമ്മുടെ വർക്കുകളുണ്ട് അല്ലേ? റൈറ്റ്, ഇൻഷാ അല്ലാ. നല്ല സജഷനാണ്. ഓക്കെ, എന്താണ് പിന്നെ ഫുഡ് കൾച്ചർ, ഫുഡ് കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പറ. ആരാ പറയാ? ആ, ജൗഹർ. ഫുഡ് കഴിക്കുമ്പോ ആരോട് സംസാരിക്കാനും പാടില്ല. അപ്പൊ അത് തൊണ്ടയിൽ തെറ്റാണ് കേട്ടോ. ആരോട് സംസാരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മൾ സംസാരിക്കുക. സത്യമാണ്, വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, അത് നമ്മൾ പാർക്കിൽ പോയിട്ട് കഴിക്കുകയാണെങ്കിലും വീട്ടിൻ്റെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുകയാണെങ്കിലും, നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുക എപ്പോഴാണ്? എപ്പോഴും ഏറ്റവും കൂടുതൽ തുറന്ന് സംസാരിക്കുന്ന ഒരു സമയമാണ് ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ സംസാരിക്കരുത് എന്ന് ഇസ്ലാമോ ദീനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ പഠിപ്പിച്ചിട്ടില്ല. ഇതാണ് പറഞ്ഞത് മണ്ടത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ആയിട്ട് മനസ്സിലാക്കരുത്. ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരുന്ന് എല്ലാവരും അങ്ങനെയാണ്. ഒരു കല്യാണപ്പുരയിൽ ആരും മിണ്ടാൻ പാടില്ല, ഒരു ഹോട്ടലിൽ ആരും മിണ്ടാൻ പാടില്ല, ഒരു കിച്ചണിൽ ഡൈനിങ് ടേബിൾ ആരും മിണ്ടാൻ പാടില്ല എന്നല്ല പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? സംസാരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുത് എന്നാ പഠിപ്പിച്ചത്. മനസ്സിലായ? സംസാരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുത് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഓക്സിജൻ എടുക്കേ, ഓക്സിജൻ വായ കൊണ്ട് എടുക്ക്, വലിക്ക്, മേലോട്ട് കയറ്റ്, വലിക്കുന്നേ, കിട്ടുന്നില്ലേ? ലെൻസ് മൂക്കൊണ്ടും വായ കൊണ്ടും ഓക്സിജൻ എടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ആ ആ വലിയില് ആ വലിയില് ഒരരിമണി അങ്ങ് ലെൻസ് കയറിപ്പോയാലുണ്ടോ, ആള് ഡെഡാവും മോനെ, ആള് മരിച്ചു പോകും. കലിമ ചെല്ലാൻ പോലും സമയം കിട്ടൂല. അതുകൊണ്ട് ഒരു കാരണവശാലും സംസാരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതല്ല, സംസാരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുത്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചോറ് തിന്നതാ, തിന്നേ, തിന്നടാ, കാണിക്ക്, ഇങ്ങനെ തിന്നോണ്ടിരിക്കാം. ഇറക്കി കഴിഞ്ഞ് ഇറക്കി വായ ഫ്രീ ആയി കുറച്ച് ഇതൊന്നും അങ്ങോട്ട് ഇറങ്ങട്ടെ. വെയിറ്റ്. അതായത് ഞാൻ പറഞ്ഞു വരും, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ പറഞ്ഞിട്ട് ഈ തിന്നോണ്ട് സംസാരിക്കരുത്. സംസാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ലെൻസിന്റെ ഉള്ളിൽ കൊടുക്കും. അതാ പറഞ്ഞത് കേട്ടോ. അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. എന്നാൽ സംസാരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്തിരി കഴിച്ച സമയത്തൊക്കെ സംസാരിക്കുന്നതല്ലേ? ഭക്ഷണം കഴിച്ചുകൊണ്ടല്ലേ അത് സംസാരിച്ചത്. ഓക്കെ, അവിടെ സൽമാന്. ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടില്ലേ, ഈ എന്തുവാ ഈ റണ്ണിങ് റേസിനും ചില സമയത്ത് ബസ്സിൽ ഉടനെ അങ്ങ് പോകത്തില്ല ഓടി, ആ അപ്പൊ ഛർദിക്കില്ലേ? ഫുഡ് കഴിച്ച ഉടനെ, അതുകൊണ്ടല്ലേ പറഞ്ഞേ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉറങ്ങാവൂന്ന്.
അഥവാ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് 2 മണിക്കൂർ മുമ്പ് എങ്കിലും ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ച ഉടനെ എണീറ്റ് ഓടാനൊന്നും പോകരുത് എന്നാണ്. ഓക്കെ. വെള്ളം കുടിച്ചിട്ട് തന്നെ കിടന്ന് വെള്ളം കുടിക്കാൻ പാടില്ല. ഇനി വെള്ളം കുടിച്ച് ഉടനെ കിടക്കരുത്. വെള്ളം കുടിച്ചിട്ട് ഒരു 20 സെക്കൻഡ് ഇങ്ങനെ കൗണ്ട് ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് വേഗം കിടക്കുകയാണ് നിങ്ങൾ, ഇങ്ങനെ ഉറങ്ങുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ്. ആ വെള്ളം കുടിച്ചിട്ട് ഒരു 20 സെക്കൻഡ് കൗണ്ട് ചെയ്യാം. 1, 2, അതിങ്ങനെ ഇറങ്ങട്ടെ, ഇങ്ങനെ പോയിട്ട് 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 അതൊന്ന് അങ്ങ് എത്തിക്കോട്ടെ. അതിൻ്റെ മുമ്പേ കിടക്കരുത്. ചിലപ്പം അത് ഇങ്ങോട്ട് തന്നെ വരാൻ സാധ്യത ഉണ്ട്. സാലിഫിന് ഉസ്താദ് പിന്നെയില്ലേ ഈ നമ്മള് കഴിക്കുമ്പോഴല്ലേ അതിന്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിച്ച് എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. ഓക്കെ. സംഭവിക്കാനുള്ള സാധ്യതയുള്ള 2 സംഗതികൾ പ്രൂഡൊന്നുമല്ല, നമ്മൾ വായിലുള്ള നമ്മൾ വെള്ളം കുടിച്ച് ആ ടേസ്റ്റൊക്കെ പോകുന്നുണ്ട്. പിന്നെ അസിഡിറ്റി പ്രശ്നമുള്ളവർക്ക് അതൊരു പ്രശ്നമാണ്. ചിലരൊക്കെ പറയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പോകും, അതാണ് നല്ലത്, സയൻറ്റിഫിക്കലി പ്രൂവ്ഡാന്ന് പറയും. എന്നാൽ അതെല്ലാവർക്കും അത് പറ്റില്ല. ചില ബോഡിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചാൽ മാത്രമേ ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ആകെ നെഞ്ചത്ത് ഇവിടെ കെട്ടി ഇതൊക്കെ ആയിട്ട് ഇക്കിട്ടൊക്കെ വരും, ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് വെള്ളം കുടിക്കേണ്ടി വരും. റൈറ്റ്. പക്ഷെ എല്ലാത്തിനുള്ള സംവിധാനം ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അള്ളാഹു. ഐസക് എന്താ പറയാനുണ്ടോ? ഇല്ല. ഓക്കെ. ഹംദാൻ. ഉസ്താ ഈ നമ്മള് ആഹാരം കഴിക്കുമ്പോൾ സുന്നത്തുകളിലില്ല ചാരി ഇരുന്ന് കഴിക്കാതിരിക്കുന്ന നിക്കണ ചാരി ഇരുന്ന് കഴിക്കാൻ പാടില്ല. അപ്പൊ ചാരി ഇരുന്നിട്ട് എങ്ങനെ കഴിക്കുക? എവിടെ ചാരി ഇരിക്കുക? അങ്ങനെയല്ല, ഇങ്ങനെ ചാരി ഇരുന്നിട്ട് കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യാത്ത സുന്നത്താണ്. നമ്മൾ ടേബിളിലും ചെയറിലും ഒന്നും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. നിലത്തിരുന്നേ കഴിക്കാൻ പാടുള്ളൂ. മജ്‌ലിസിൽ ഇരുന്നേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഓക്കെ. നിലത്തിരുന്നേ കഴിക്കാൻ പാടുള്ളൂ. നിലത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക, അതാണ് സുന്നത്ത്. ഇങ്ങനെ അതിന് വേറൊരു സംഗതി കൂടെ ഉണ്ട്. ആ 6th സെഞ്ച്വറിയിൽ അങ്ങനെ അന്ന് അവരുടെ കൾച്ചറും അത് തന്നെയായിരുന്നു. അവർക്ക് ഈ ചെയർ കൾച്ചറൊന്നുമില്ല. അത് പിന്നെ യൂറോപ്പിൽ നിന്ന് വരുന്നതാണ്. ചെയറിലിരുന്നും ഡൈനിങ് ടേബിളും ഒക്കെ പിന്നെയാണ് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നമ്മൾ ഇരുന്നിട്ട് കഴിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോഴും നിന്നിട്ടൊന്നും കഴിക്കാൻ, ബൊഫേ സിസ്റ്റം ഉണ്ടല്ലോ, നിന്നിട്ടൊന്നും വെള്ളം കുടിക്കാനേ പാടില്ല. ഇരുന്ന് തന്നെയാണ് വെള്ളം കുടിക്കേണ്ടത്. പക്ഷേ ഹറാമല്ല. ഇതൊന്നും ഹറാമാന്നൊന്നും പറയരുത്. ചില ആൾക്കാരൊക്കെ പറയും നിന്ന് വെള്ളം കുടിക്കുന്നത് ഹറാമാ. ഓ, എന്ത് ചെയ്യാനാ? ഇരിക്കാനൊരു സ്ഥലമില്ല, കയ്യിലൊരു ബോട്ടിൽ വെള്ളമുണ്ട്, നമ്മൾ കുടിക്കുക. നമ്മളങ്ങനെ കുടിച്ചാൽ മരിച്ചൊന്നും പോകുന്നില്ല. പക്ഷേ ഈസ് ബെറ്റർ ഇരുന്ന് കുടിക്കലാണ് കേട്ടാ. എല്ലാം പിടിച്ച് ഹറാമാക്കരുത്. അതാ ചോദിച്ചവരെന്നെ പിന്നെയും ചോദിക്കല്ലേ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യ്. ആ ആ ഞങ്ങള് സൗത്ത് സുഫ്രന്നാണ് കഴിക്കുന്നത്. സുഫ്ര കഴിക്കുകയാണ് നല്ലത്. സുഫ്ര പറഞ്ഞാൽ മജ്‌ലിസ്, നമ്മൾ ചില ഹോട്ടൽസിലൊക്കെ പോയാൽ കാണില്ലേ, മജ്‌ലിസ് കാണില്ലേ, അതുപോലെ നിലത്തിരുന്ന് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ. പിന്നെ ഒരു പ്ലേറ്റിൽ കഴിക്കലാണ് സുന്നത്ത്. ഒരു പ്ലേറ്റിൽ കഴിക്കലാണ് സുന്നത്ത്. പാലിക്കാൻ പറ്റുമോ? ഫോളോ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറ്റുമോ? നിങ്ങളെ വീട്ടിൽ നിന്ന് ഒറ്റ പ്ലേറ്റിൽ നിന്ന് എല്ലാവരും കൂടെ കഴിക്കുക? നടക്കുമോ? എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഖുറാൻ പഠിക്കാൻ വേണ്ടിയിട്ട്, ഹിഫ്ള് പഠിക്കാൻ വേണ്ടി എൻ്റെ ഉപ്പ എന്നെ കൊണ്ടുപോയിട്ട് ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കി. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഹോസ്റ്റലാണ്, പഴയ കാലത്തെ ഹോസ്റ്റൽ. ഓക്കെ. അന്ന് അവിടെ ഒരു ഒറ്റ പ്ലേറ്റിലാണ് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുക. ഓക്കെ. എനിക്കത് കാണുമ്പോൾ തന്നെ അർപ്പാവുക എന്ന് പറഞ്ഞാൽ അതിന് കാരണമുണ്ട്. എല്ലാ കുട്ടികളും ഇങ്ങനെ 5-6 കുട്ടികളുണ്ട്. 6 പേര് ഒന്നിന്ന് ചോറ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു മല പോലെ ചോറ്. അതിന് സെൻറ്ററിൽ ഒരു കുട്ടി കുഴിയാക്കി. അപ്പോൾ കറി കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഒഴിച്ച്, നമ്മൾ ഈ കോൺക്രീറ്റിൻ്റെ ഒക്കെ ഇത് സിമെൻറ്റ് കുഴക്കുന്ന പോലെ, എന്നിട്ട് എല്ലാവരും കൂടെ ഇട്ടിട്ട് കുഴക്കുകയാണ്. പിന്നെ എന്നിട്ട് എല്ലാവരും, അപ്പം ഞാൻ കുഴച്ചതിൻ്റെ ചോറും കറിയൊക്കെ അവൻ്റെ ഇതിലേക്ക് പോകും, അവൻ്റെ ഒക്കെ ഇങ്ങോട്ട് വരും. എന്നിട്ട് എല്ലാവരും കൂടെ ഇട്ട് കുഴക്കും. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി തിന്നും. ആ തിന്നുകൊണ്ടിരിക്കും എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാതായത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുമ്പുള്ള കുട്ടിയുടെ മൂക്ക് ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. എന്നിട്ട് അവനത് ഇടയ്ക്ക് തുടക്കുന്നുണ്ട്, ആ കൈ കൊണ്ട് തന്നെ വരി തിന്നുന്നുണ്ട്. ഇതൊക്കെ കൂടെ ആകെ ഇറിറ്റേഷനായി. ഓക്കെ. എനിവേ, റൈറ്റ്. ഇനി അവിടെ എന്തായാലും തിന്നുമ്പോ ബിസ്മില്ലാന്ന് പറഞ്ഞ കേൾക്കണം. അത് ഓൾറെഡി ഇവിടെ പറഞ്ഞില്ലേ, പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാതിരിക്കും കേട്ടോ. ഓക്കെ. പുതിയ പുതിയ കാര്യങ്ങൾ പറയും. ഇനി ആരെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മാനേഴ്സ് പുതിയ ആർക്കെങ്കിലും പറയാനുണ്ടോ? ചില കുട്ടികൾ വീഡിയോ ഓഫാക്കിയിരിക്കുന്നു. പാരൻസ് ശ്രദ്ധിക്കുക ആരൊക്കെയാണ് വീഡിയോ ഓഫാക്കിയിരിക്കുന്നത് എന്നുള്ളത്. പുതിയ ന്യൂ തിങ്സ് എന്തെങ്കിലും? സേറ. തിന്ന് കഴിഞ്ഞിട്ട് വിരലിമ്പ. അതായത് വിരൽ ഈമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗറിലുള്ള ചോറ് ഇത് നമ്മൾ കഴുകുന്നതോടെ അത് വേസ്റ്റ് ആവുകയാണ്. ഒരു അരിമണിക്ക് നമ്മൾ വാല്യൂ കാണണം കേട്ടോ.
ഒരു അരിക്ക് നമ്മൾ വാല്യൂ കാണണം. വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അരിമണിയുടെ വില. ഓക്കെ, അത് എത്ര കാലം, ഒരു 6 മന്ത് ഒക്കെ എത്ര ടൈം എടുക്കും അത് ഉണ്ടായി വളർന്ന് വലുതാവാൻ, എത്ര ആളുടെ പ്രോസസ്സ്, എത്ര ആളുടെ വർക്ക്, എത്ര ആളുടെ എഫേർട്ടാണ് അത് നമ്മുടെ വീട്ടിലെത്തിയത്. ഉപ്പാന്റെ ഉപ്പ വർക്ക് ചെയ്തതിന്റെ, ഉപ്പാനോട് വല്ല സ്നേഹം ഉണ്ടല്ലേ ഇത് ഫുഡ് വേസ്റ്റ് ആക്കരുത്. ഉപ്പാനോട് മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരോടും. ചോദിച്ചവർ തന്നെ പിന്നെയും പിന്നെയും ചോദിക്കുന്നു. ഈശാന്. ഞാൻ ഇപ്പൊ എന്താ ചോദിക്കാൻ വന്നത്? പഠിച്ചോനെ, അല്ലേ തന്നെ സമയമില്ല, ഞാൻ പെട്ടെന്ന് തീർക്കാൻ നോക്കുക. ജൗഹർ. ടിവിയോ ഫോണോ എല്ലാം നോക്കിട്ട് നിന്നോ പറ്റോ? ആ, TV, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. എനിക്കൊരു കൾച്ചർ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്കാണ് നിസ്കരിക്കാൻ പോവുക. നിസ്കരിക്കാനുള്ള പ്രയർ ബ്രേക്കിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം, അപ്പോൾ ഞാൻ ഈ ഇതവിടെ തുറന്നു വെച്ചിട്ട് ആ സമയമാണ് ഞാൻ ഫ്രീ ആവുന്നത്. ബാക്കി ഫുൾ ടൈം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ എന്താ ഇന്നത്തെ ന്യൂസൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന കളി. പിന്നെയാണ് ഒരു ഡോക്ടറുടെ ക്ലാസ് കേട്ടത്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും ടോയ്ലറ്റിലും, ചിലർ ടോയ്ലറ്റിൽ ഫോൺ ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, വലിയ വലിയ ആൾക്കാർ, പ്രൊഫസർമാർ, ഡോക്ടർമാർ, IASകാർ, ടോയ്ലറ്റിൽ, അവർ മെയിൻ ടോയ്ലറ്റിലാണ് ഈ പണികളൊക്കെ ചെയ്യാം. അവർ സുഖമായിട്ട് ഇരുന്നിട്ട് അത് നോക്കുക. അത് ചിരിക്കാനല്ല, സത്യമാണ്. ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഫോണ്, വാട്സപ്പ് ചാറ്റ് ചെയ്യുന്നതൊക്കെ ടോയ്ലറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോഴും ഇത് ചെയ്യും. ഇത് നമ്മൾ TV കാണുന്നു. ഇപ്പോൾ TV മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അത് നോക്കിയിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, റിയലി നമ്മൾ കഴിക്കുന്ന ഫുഡിനോട് നമ്മൾ കംപ്ലീറ്റ് ഭയങ്കര സ്നേഹം ഉണ്ടാവണം നമുക്ക്. ശരിക്കും ഇതിൻ്റെ ഡൈജഷൻ പ്രോസസ്സൊക്കെ നടക്കാൻ നമുക്ക് ഭയങ്കര, എൻ്റെ മുമ്പിലുള്ളപ്പോഴുള്ള ഫുഡാണ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഫുഡ്. എന്ത് ടേസ്റ്റ് അറിയാം ഇത് തിന്നാൻ, എന്ത് രസം, ഒന്ന് തിന്ന ഇത് ഫുള്ള് നമ്മുടെ മനസ്സിലേക്ക് ഇതിന് ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് ആ ഫുഡിനെ നമ്മൾ സ്നേഹിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഏറ്റവും നല്ല രീതിയിൽ. പിന്നെ ഈ മാനറൊക്കെ പാലിച്ച് ബിസ്മി ചൊല്ലിക്കൊണ്ട് ആ ഭക്ഷണ സമയം, നമുക്ക് ആകെ ഒരു 10-15 മിനിറ്റ് ഒക്കെ അല്ലേ ഭക്ഷണം കഴിക്കാനുള്ളൂ. ആ സമയം ഈ ഫോണും ടാബൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് ഇത് ചെയ്യണമെന്നാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ടോയ്ലറ്റ് പോകുന്നവർ ചെയ്യുന്നതിനെ പറ്റി ഡോക്ടർ പറഞ്ഞത്, എന്ത് നടന്നാലും സംഗതി നടക്കില്ല. എന്ന് വെച്ചാൽ വയറിന് സംഭവം ഔട്ടാവില്ല, വയറിൽ കെട്ടിക്കിടക്കുക ചെയ്യാം. ഇത് പോണെ തന്നെ മെന്റലി നമ്മൾ അതിന് പ്രിപ്പയർഡ് ആവണം. റൈറ്റ്. ഇപ്പോൾ രാവിലെ എണീറ്റാൽ ഫസ്റ്റ് സുന്നത്ത് എന്താണെന്നറിയോ? രാവിലെ നമ്മൾ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ട സുന്നത്ത്, കൈ ഇവിടെ വരെ 2 കൈയും വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 3 പ്രാവശ്യം വാഷ് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇത് വാഷ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് ഈ ഡൈജഷൻ പ്രോസസ്സ് എല്ലാം നടക്കും. ടോയ്ലറ്റ് പോകാനൊക്കെ നമുക്ക് തോന്നുന്ന കൈ കഴുകുമ്പോഴാണ്. ഒക്കെ അത് നമ്മുടെ ബോഡിയായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അബ്ദുല്ലാഹദ്. അതെ, ഈ ചില ആൾക്കാരില്ലേ ഭക്ഷണം കഴിക്കണ സമയത്ത് നടുക്ക് എത്തിയാല് അള്ളാഹുമ്മ ലക്കൽ ഹംദു ലക ശുക്ർ, എന്താ? നടുക്കെത്തിയാലോ? അതായത് ഭക്ഷണം കഴിക്കുമ്പോ എന്താ കഴിയാറാവണേന് മുന്നേ ആ, പറയുന്നത് നല്ലതല്ലേ? എന്താ എന്താ ചോദിക്കുന്നത്? അതിന്റെ നല്ലതല്ലേ? എന്തെങ്കിലും അള്ളാഹു അർത്ഥം? നന്ദിന്ന്, അള്ളാഹു ഭക്ഷണം തന്നതിന് നന്ദി, നിനക്ക് സ്തുതി, താങ്ക് യു അള്ളാഹ്, ജസാക്ക അല്ലേ. അള്ളാഹുവിന് നന്ദി പറയാം, ശുക്ർ ചെയ്യുക, പിന്നെന്താ, നല്ല കാര്യമല്ലേ. ഓക്കെ, നിനക്ക് സ്തുതി, ലക്കൽ ഹംദ്. നിനക്ക് ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി, താങ്ക്സ്. തിന്നാൻ തന്നല്ലോ, നന്ദി, അൽഹംദുലില്ലാ. റൈറ്റ്. ഇനി ഉണ്ടാ സാലിഫ് ഉണ്ടാ? എന്തിനാ റേസ് ചെയ്ത് വെച്ചിരിക്കണത്? എന്നാ പിന്നെ റേസ് ചെയ്തിട്ടൊക്കെ താഴ്ത്തിക്കോ. സേറ. എന്റെ ചോദ്യാട്ടോ, എന്റെ താത്തന്റെ ചോദ്യാണ്. എന്റെ താത്തന്റെ ക്ലാസ്സില് ഒരു കുട്ടിയുണ്ടോ, ഓള് വലത്തെ കയ്യ് ഇതാവൂല, ആ, ഉപയോഗിക്കാൻ കൈ കൊണ്ട് പറ്റൂല. കഴിക്കാം, ഒരു പ്രശ്നമില്ല. ഇത് ഹറാമല്ല, നമ്മൾ ഇതിനൊക്കെ ഹറാമാക്കരുത്. ഇടത്ത കൈ കൊണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചാൽ ഹറാമെന്നൊന്നും പറയരുത് കേട്ടാ. ഒരാൾക്ക് വലത്തെ കൈയിൽ ഇടത്ത കൊണ്ട് തിന്നല്ലാതെ പിന്നെ വലത്തെ കൈ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെ വലത്തെ കൈ കൊണ്ട് സ്വാധീനം അല്ലെങ്കിൽ ട്ടാ. അങ്ങനെ അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളോട് പറഞ്ഞില്ല. നമ്മളോട് നമ്മുടെ നന്മക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, തെറ്റായ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ എങ്ങനെ കഴിക്കണം എന്നുള്ളതായിരുന്നു ഇത്രയും നേരം പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ വിട്ടുപോയത്, നിങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുക. നിങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചേ, കാണിച്ചേ, വായിലെന്തെങ്കിലും ഇട്ട് കഴിച്ചേ, കഴിക്ക്. പല്ല് കാണിച്ചിട്ടാണോ പല്ല് കാണിക്കാതെയാണോ ഭക്ഷണം കഴിക്കുക? പല്ല് കാണിക്കാതെ ഒന്ന് ഭക്ഷണം കഴിച്ചേ. ആ, പല്ല് കാണരുത് ഭക്ഷണം കഴിക്കുമ്പോൾ. ചവച്ച് നിന്ന് പല്ല് കാണാതെയോ?
ചുണ്ട് പൂട്ടിയിട്ട് തിന്നണം. മറ്റേ എന്ന് പറഞ്ഞിട്ട് സൗണ്ട് പുറത്ത് വരരുത്. ഓക്കെ, അതൊരു ഇസ് നോട്ട് ഗുഡ് കൾച്ചർ. ഓക്കെ, അതേറ്റവും മാത്രമല്ല ഓക്സിജൻ കയറുന്നതാണ്. ഗ്യാസ് കയറുന്നതും ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഗ്യാസ് കയറുന്നതാണ്. അപ്പം വായ അടിച്ചിട്ട് തന്നെ ചെയ്യാം. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ഒന്നിച്ച് കളകളകളാറെ കുടിക്കാതെ കുറച്ച് കുറച്ചായിട്ട് കുടിക്കാം. ഇപ്പോഴും പ്രശ്നമുണ്ട്, ഒരുത്തൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. പിന്നെ നന്നായിട്ട് വടിച്ച് കഴിക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം ആ പ്ലേറ്റ്, നമ്മൾ കഴിച്ച പ്ലേറ്റും ഗ്ലാസും അത് ലോകത്ത് ഒരാളെ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യരുത്, കഴുകിപ്പിക്കരുത്. നമ്മൾ തന്നെ കഴുകുക. അത് ഏത് വീട്ടിൽ പോയാലും എവിടെ, ഹോട്ടലിൽ വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. അവിടെ അതിന് സ്റ്റാഫ് ശമ്പളം കൊടുത്ത് നിർത്തിയല്ലേ, കിച്ചണിൽ കയറി പോകണ്ട. അതെ. ആ ഈ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റുമോ? പിന്നെന്താ, ഒരാൾ അത്യാവശ്യം ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ കേസ് വിളിക്കുകയാണെങ്കിലോ അല്ലേ, വെറുതെ സൊള്ളാൻ വേണ്ടി വിളിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് പിന്നെ വിളിക്കുകയാണെങ്കിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരാൾ എമർജൻസി ആയിട്ട് ഒരാൾ ഇങ്ങനെയൊന്നും തെറ്റായിട്ട് ഇസ്ലാമിനെ, ഈ ഏറ്റവും വലിയ അപകടകാരികൾ ഇസ്ലാമിനെ തെറ്റായിട്ട് മനസ്സിലാക്കുന്നവരാണ്. ഒരു കോള് വന്നപ്പോൾ എടുത്തു. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് അർജൻറ്റായിട്ട് ബ്ലഡ് വേണം, ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ? ഇല്ല, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെയല്ലല്ലോ, നമുക്ക് ആ സിറ്റുവേഷനിലേക്ക് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണം എന്നുള്ളതാണ്. റൈറ്റ്? ഓക്കെ, പിന്നെ ഇനി എന്താ? ഓക്കെ, ഇനി എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതായിരുന്നു ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എപ്പോഴും നന്ദിയുള്ളവരാവുക. ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹ് തന്ന നിഅമത്താണ്, അള്ളാഹിനോട് എപ്പോഴും ശുക്റുള്ളവരാവുക. ഓക്കെ, അള്ളാഹിനോട് നന്ദിയോട് കൂടി എപ്പോഴും ഭക്ഷണം കഴിക്കുക. അള്ളാഹ് തന്ന നിഅമത്താണ്. പിന്നെ ഇനി ഭക്ഷണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേഗം വേഗം എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ വിചാരിക്കും മനസ്സിൽ നിന്നിട്ട് ചോദിക്കും. ആ ജവഹർ, തിന്ന് കഴിഞ്ഞിട്ട് നടക്കല് സുന്നത്താ? കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കൽ സുന്നത്താണ്. സുന്നത്തൊന്നുമല്ല, അത് ഫിസിക്കലി നല്ലതാ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അത്രയൊന്നുമില്ല, കുറച്ച് കഴിക്കുന്നത് റെസ്റ്റ് എടുക്കാനൊന്നുമില്ല. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. ഒരു കുറച്ച് നേരം ഇരിക്കുകയെ അല്ലെങ്കിൽ ഒന്ന് ഒരു പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റ് അതൊന്നും ഒരുപാട് നേരം ഒന്നുമില്ല, 5 മിനിറ്റ് കിടക്കുന്നതൊക്കെ നല്ലതാണ്. ഉടനെ നടക്കരുത് കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒരു ഫുഡ് നമ്മൾ വായിലിട്ടാൽ 32 ടൈംസ്, 32 പല്ലുണ്ട് എന്നാണ് വായിൽ. 32 പല്ല് ഇല്ല, കണക്ക് കുറവായിരിക്കും. 32 പ്രാവശ്യം ചവക്കണം. ആശിർ ഒന്ന് ചവച്ചേ 32. ഇപ്പം എന്തോന്ന് വായിലിട്ടില്ലേ, 32 പ്രാവശ്യം ചവച്ചേ. 1 2 3 4 5. ഇറക്കരുത്. 32 കഴിഞ്ഞിട്ട് ഇറക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്താൽ ടോയ്ലറ്റ് പോയിട്ട് 2 മണിക്കൂർ ഇരിക്കേണ്ടി വരില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. 2 hours ഒക്കെ ടോയ്ലറ്റ് പോയിട്ട് ഇരിക്കേണ്ടി വരും. അപ്പം ഭക്ഷണം എന്നിട്ട് ചവച്ചരച്ച് കഴിക്കുക, വയറിന് പണി ഉണ്ടാക്കരുത്. റൈറ്റ്? പിന്നെന്താ സൽമാന്? ഉസ്താദ്, നമുക്ക് ഈ പന്നി തിന്നാൻ പറ്റത്തില്ല, അപ്പൊ മുങ്ങൻ പന്നി പറ്റില്ലടാ, എനിക്ക് ഇതിന് നീ ഇന്നലെ ഉണ്ടല്ലോ മുള്ളപ്പതിൻ്റെ കാര്യം പറയുന്നത്. അത് വിട്ടേക്ക്, ഒരു മുള്ളമതി എന്നില്ല, നമുക്ക് എന്താ പ്രശ്നം? പന്നി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രീം ലെവലിൽ നിന്ന് കാണണം കേട്ടോ. ഇപ്പോൾ പന്നിയല്ലേ പറഞ്ഞു മുള്ളമതി അങ്ങനെ വിചാരിക്കും. നമുക്ക് എന്താ ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, ബീഫ് ഉണ്ട്, എന്തൊക്കെ സാധനങ്ങൾ തിന്നാൻ തിന്നും. ഫിഷ് തന്നെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, അതൊക്കെ തിന്നൂടെ? എന്തൊക്കെ ഐറ്റംസ് കിട്ടാണ്ട്. ഫിഷ് തന്നെ നല്ല രസമാണ്. നമ്മളെ ചിക്കൻ ബ്രോസ്റ്റ് ചെയ്യുന്ന പോലെ ഫിഷ് ബ്രോസ്റ്റ് ചെയ്ത് കിട്ടും, ചെറിയ പില്ലറ്റ് ആയിട്ട് അല്ലേ. എന്ത് രസമാണ് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ കഴിക്കുക. ഈ ഫാദി എന്ന് പറഞ്ഞ കുട്ടി വീഡിയോ ഓണാക്കാതെ ഒരിക്കലും അൺമ്യൂട്ട് വരില്ല കേട്ടോ. വീഡിയോ ഓഫ് ആക്കി ഇരിക്കുന്ന കുട്ടികളൊക്കെ ചീത്ത കുട്ടികളല്ല, ചീത്ത കുട്ടികളെക്കാൾ ചീത്ത കുട്ടികളാണ്. അവർ ചെയ്യുന്ന വളരെ വലിയ തെറ്റാണ്. കാരണം അങ്ങനെ ചെയ്യരുത്. ആ പിൻസിയ, ആ ഫുഡ് കഴിച്ചപാടെ കുളിക്കാനോ മേലകാനോ അയ്യോ? അതിനെന്താ കുഴപ്പം? വെള്ളം ഉണ്ടെങ്കിൽ കഴിക്കാലോ. ഓ കഴിക്കാന് കുളിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഫുഡ് കഴിച്ച പാടൊന്നുമല്ല. ഫുഡ് കഴിച്ച പാടൊന്നും പോയി കുളിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് വരുന്നതിൻ്റെ മുമ്പാണ് കുളിക്കാൻ ഏറ്റവും ബെസ്റ്റ്. സൺലൈറ്റ് വരുന്നതിൻ്റെ മുമ്പ് കുളിക്കുന്ന എത്ര പേരുണ്ട്? ആ സൺലൈറ്റ് മുമ്പ് എണീറ്റാലല്ലേ കുളിക്കുക, അല്ലേ ബക്കറ്റ് കൊണ്ട് തലകൂട് വെക്കേണ്ടി വരും അല്ലേ. ഓക്കെ, പിന്നെ കുളിക്കാൻ പാടില്ലാത്ത സമയങ്ങളുണ്ട്. അത് പിന്നെ ഇസ്ലാമിൽ വന്നതൊന്നുമല്ല. എല്ലാ സമയവും കുളിക്കാം, ചളിയുള്ള സമയത്തൊക്കെ കുളിക്കാം. പക്ഷെ ഏറ്റവും നല്ലതല്ലാത്ത സമയമാണ്
പിന്നെ ഈ ഉച്ചക്ക് സൺലൈറ്റ് നിൽക്കുന്ന ഈ ഉച്ചക്ക് തെറ്റുന്ന സമയമല്ലേ, ആ സമയം കുടിച്ചാൽ നീരിറക്കം, പല അസുഖങ്ങളും, തുമ്മൽ, ചീറ്റൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടു. റൈറ്റ്. ഓക്കെ. പിന്നെ വൈകിട്ട് ഈ അസറിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയമൊക്കെ കുളിക്കുന്നത് നല്ലതല്ല എന്ന് ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടു. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കുളിക്കാൻ പറ്റുന്നവരൊക്കെ കുളിക്കുക. ഡെയിലി കുളിക്കാറുണ്ടല്ലോ അല്ലേ? ഇന്ന് കുളിച്ചവർ കൈവക്ക് നമ്മുടെ ഇന്നത്തെ. ഓക്കെ, ഗുഡ്. മാഷാ ഗുഡ്. തൊഹുറു ഷത്തുറുൽ ഈമാൻ, വൃത്തിയുള്ളവർ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഹംദാന്. ഉസ്താദേ, ഈ ഈ സുന്നത്തുകൾ ഉണ്ടല്ലോ, സുന്നത്തുകൾ ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റില്ല, പക്ഷെ ചെയ്താൽ നല്ലതുമാണ്. അപ്പൊ എല്ലാ സുന്നത്തുകൾക്കും ഒരേപോലെ ഈ മറ്റേ ആഹാരം കഴിക്കുമ്പോൾ സുന്നത്തായ രീതിയിൽ ഇരിക്കുക, അതുപോലെ തന്നെ 3 പേരിലോണ്ട് കഴിക്കുക, അതൊക്കെ ചെയ്താലില്ല മറ്റു സുന്നത്തുകളെക്കാളും പ്രതിഫലം കിട്ടുക. ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ഈ സുന്നത്തുകളൊക്കെ പാലിക്കുന്ന ആള് തന്നെ ഫറലായ ചില കാര്യങ്ങൾ മറന്നു പോകും. നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾ ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ വേറൊരു കുട്ടി ഭക്ഷണം കഴിക്കാത്തുണ്ടെങ്കിൽ അവനക്ക് കൊടുക്കുക എന്നുള്ള ഫറലാണ്. റൈറ്റ്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ടേൽ നിങ്ങളുടെ കൂടെയുള്ള വീട്ടുകാർ, കൂടപ്പിറപ്പുകൾ, അയൽവാസികൾക്കൊക്കെ കൊടുക്കണം. പിശുക്കന്മാരായ കുട്ടികളുണ്ട്. പിശുക്കന്മാരായ കുട്ടികൾ. നിങ്ങളെങ്ങനെയാ? പിശുക്കുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ ഉപ്പയോ ഉമ്മയോ തരാത്തൊരു ചോക്ലേറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ഫ്രണ്ട് ബർത്ത്ഡേക്കോ എങ്ങനെയെങ്കിലും ഒന്ന് നിങ്ങൾക്കൊരു നല്ല ചോക്ലേറ്റ് കിട്ടി, വലിയൊരു ചോക്ലേറ്റ്, ഇത്ര വലുപ്പമുണ്ട്, ഈ സൈസിൽ. ഓക്കെ, ഇത്ര വലിയ ചോക്ലേറ്റ് കിട്ടി. നിങ്ങൾ എന്താ ചെയ്യുക? വീട്ടിലെത്തിയാൽ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഇപ്പം തന്നെ തട്ടാം, അങ്ങനെയല്ലേ ചിന്തിക്കുക? അല്ലെങ്കിൽ വീട്ടിലെത്തിയാൽ തന്നെ റൂം അടിച്ചിട്ട് വല്ല തൊലി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ. എന്ത് മൈൻഡാണെന്നറിയില്ല, എന്ത് ജന്മങ്ങളാണെന്നറിയില്ല. കൂടപ്പിറപ്പ്, അനിയൻ, അനിയത്തി. അപ്പം എക്സ്പ്ലനേഷൻ പറയാം, ഓൾക്ക് കിട്ടും എനിക്ക് തരലുണ്ടോ ഓള്, അല്ലെ ഓനക്ക് കിട്ടും എനിക്ക് തരുമുണ്ടോ? അതല്ലല്ലോ വിഷയം. അപ്പം ആളുകൾ എന്ത് തെറ്റ് ചെയ്താൽ ഞങ്ങളും അങ്ങനെ ചെയ്യണമെന്നാണോ? നമ്മൾ അവരെ പോലെ ആയാൽ പിന്നെ നമ്മളും അവരും തമ്മിൽ എന്ത് വ്യത്യാസം? ഷെയർ ചെയ്യുക ഫുഡ്. എപ്പോഴെങ്കിലും ഫുഡ് ഷെയർ ചെയ്തവർ കൈപൊക്കുക. നിങ്ങൾ ഷെയർ ചെയ്യലുണ്ടോ? മാഷാ അല്ലാ, ഗുഡ്. ചിലർ ഷെയർ ചെയ്യുക അവരുടെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ. സദഖ എപ്പോഴാണെന്നറിയോ? ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. തിരിച്ച് അവർ തരാനും പാടില്ല, തിരിച്ച് നമ്മൾ ആഗ്രഹിക്കും ചെയ്യില്ല. അതിൻ്റെ പേരിൽ അവർ നമ്മളോട് ഒരു നന്ദി വാക്ക് പോലും പറയേണ്ട കാര്യമില്ല. താങ്ക്സ്, നിങ്ങൾ തന്ന വലിയ ഉപകാരമായി എന്ന് പറയേണ്ട അവസ്ഥ പോലും എക്സ്പെക്റ്റ് ചെയ്യാതെ ചെയ്യുമ്പോഴാണ് അത് സദഖയാവുക, നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇങ്ങനെ കൈവച്ച് ദുആ ചെയ്യാം. അല്ലാഹുവേ, പട്ടിണി കിടക്കേണ്ടി വന്നില്ല ജീവിതത്തിൽ. അല്ലാഹുവേ, പട്ടിണിയില്ലാത്ത കേരളത്തിൽ ജനിക്കാൻ അവസരം തന്ന് അല്ലേ? ഗസയിലായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ വല്ല സൊമാലിയയിലോ അല്ലെങ്കിൽ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പട്ടിണിക്കാരോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല തെരുവുകളിലും രാത്രി ഷട്ടർ താഴാൻ വേണ്ടി കാത്തിരിക്കുക, കുട്ടികളടക്കം ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഭക്ഷണമില്ല. ഭക്ഷണം പാരൻസിൻ്റെ ഡ്യൂട്ടിയേ അല്ല. മക്കൾ സ്വന്തം പോയിട്ട് എവിടുന്ന് എന്തെങ്കിലും ഈ ബേർഡ്സ് ഇല്ലേ, പക്ഷികൾ രാവിലെ കുട്ടികളായിട്ട് വിടുക ചെയ്യുക, തുറന്ന് വിടുക, നിങ്ങൾ എവിടെയും പോയി ഭക്ഷണം കഴിച്ചു വന്ന്. അതുപോലെ അങ്ങനെ വിടുന്ന പാരൻസിൻ്റെ മക്കളുണ്ട്. അതിലൊന്നും പെടാതെ ഭക്ഷണം കഴിക്കാൻ ഇന്ന് സാഹചര്യമുണ്ട് അല്ലേ? ഇന്ന് നമ്മുടെ ഉപ്പ അധ്വാനിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് തിന്നുന്നത്? കൈകൊണ്ട് എന്നല്ല, നമ്മൾ എന്തുകൊണ്ടാണ് തിന്നുന്നത്? ഉപ്പ ജോലി ചെയ്തുകൊണ്ടാണ് അല്ലേ? ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ? ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവേ, ഉപ്പാക്ക് നല്ല ആരോഗ്യം കൊടുക്കണേ അല്ല, നന്നായിട്ട് ഹലാലായിട്ട് നല്ല സമ്പാദ്യം കൊടുക്കണം, ഒരുപാട് പൈസ കൊടുക്കണേ ഹലാലായിട്ട് അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പമില്ല അല്ലേ? ദില്യൺസ് കൊടുക്കണേ അള്ളാഹുവേ ഹലാലായിട്ട്, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക, ഒരു കുഴപ്പമില്ല. ബില്യണയർ ആക്കണേ എൻ്റെ വാപ്പാനെ, പ്രാർത്ഥിച്ചു, എന്താ കുഴപ്പം അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കണ്ടേ? ഓക്കെ. അള്ളാഹുവെ, ഒരുപാട് നിഅമത്തും റഹ്മത്തും ബർക്കത്തും തരണേ അള്ളാഹ്. അതിനൊരു ദുആ ഉണ്ട്, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. അള്ളാഹുവെ, പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസയിലെ ജനങ്ങൾ.
ഗസയിലെ ജനങ്ങൾ, കുട്ടികളും സ്ത്രീകളും അടക്കം പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ, അക്രമികളായ എല്ലാവരെയും, അത് ഇന്ത്യയിലുള്ളവരാണെങ്കിലും ലോകത്ത് ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും, അക്രമികളെ നീ പാഠം പഠിപ്പിക്കണേ അല്ല. അവർക്ക് കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണേ അല്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا أجرنا من النار. اللهم ربنا تقبل منا يا رب العالمين. السلام عليكم ورحمة الله وبركاته.